ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ നരച്ച മുടി വളരെ പെട്ടെന്ന് ഹെന്ന ഉപയോഗിച്ച് കളർ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കണം. അതിലോട്ട് 2 സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേയിലയാണേലും ഉപയോഗിക്കാം. ഞാനിവിടെ കാപ്പിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കണേ. തേയില ഉപയോഗിക്കാം, എന്ത് വേണേലും ഇഷ്ടമുള്ളത് നമുക്ക് കയ്യിലുള്ള ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്കിന് അതൊരു അരിപ്പയിലൂടെ നന്നായിട്ട് അരിച്ച് എടുക്കണേ. അല്ലെങ്കിൽ അതിൻ്റെ തരിയൊക്കെ നമ്മുടെ തലയിൽ തേക്കുമ്പോൾ ആകും. അതുകൊണ്ടാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡർ. ഏത് ഹെന്ന പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ റെഡ് കളറിലെ ഹെന്ന പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് റെഡ് കളറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ റെഡ് കളർ എടുത്തു. ബ്ലാക്ക് കളറിലെ ഹെന്നയൊക്കെ ഉണ്ട്, ഞാൻ റെഡ് കളറിൽ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച ഹെന്ന പൗഡറാണ്. അത് ഞാൻ മൊത്തം എടുക്കുന്നുണ്ട്. മുടിയുടെ നീളത്തിനനുസരിച്ച് അത് പകുതിയോ എത്രയാണെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന് എടുക്കാം. ഇത് ഞാൻ മുഴുവനും എടുക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കാപ്പി നന്നായി തണുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ. അത് കുറേശ്ശെയായി ഈ പൗഡറിലോട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് തലേദിവസം തന്നെ രാത്രിയിലാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് മിക്കവരും ഇത് മിക്സ് ചെയ്ത് വെക്കാറുള്ളത് രാത്രിയിൽ. ഇത് എൻ്റെ കയ്യിലിപ്പം ഇരുമ്പിൻ്റെ പഴയ ചീനച്ചട്ടി ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം തന്നെ എടുത്ത് ഇപ്പം തന്നെ ഞാൻ തലയിൽ തേക്കുന്നതായിരിക്കും. അത് കുറേശ്ശെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാപ്പി കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് നമ്മൾ സിസോടെ ഷാമ്പൂ ഒക്കെ തലയിൽ തേക്കില്ലേ, അതുപോലെ അതുപോലെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലോട്ട് കുറച്ച് ഒരു സ്പൂണോളം തൈരും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. തൈര് ചേർത്ത് കഴിയുമ്പോഴും അതുപോലെ തന്നെ തൈരിൻ്റെ ആണെങ്കിലും ചെറിയ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കണം. ഇത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈരും കൂടെ നമ്മൾ ചേർക്കുന്നത്. അലർജിയോ ജലദോഷമോ തുമ്മലോ ഒക്കെ പനിയോ ഒക്കെ ഉള്ളവരാരും തൈര് ചേർക്കരുത്. തൈര് ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നല്ല കളർ കിട്ടും. ഞാൻ തൈര് ചേർത്തിട്ടാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. ഞാൻ 1 സ്പൂണോളം തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും കാപ്പി ഒഴിച്ച് ഞാൻ കുറേശ്ശെയായിട്ട് കാപ്പി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിന് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇത്രയും മിക്സ് ചെയ്തിട്ട് എനിക്കത് കുറച്ചുകൂടെ ലൂസായിട്ട് വരണമെന്നാണ് തോന്നുന്നത്. ഞാൻ കുറേ കൂടെ കാപ്പി ഒഴിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നൊരു പാട് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് കളർ ചെയ്തെടുക്കാം. ഒത്തിരി സമയം വേണ്ട. ഇത് നമ്മൾ ഇതുണ്ട് ഇതുപോലെ ഈ രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ മുടിയിൽ മുടി അപ്പോഴേ കുരുങ്ങി ഉണ്ട്. മുടിയിൽ ഒത്തിരി മുഴുവൻ നരച്ച മുടികളാണ്. ഈ ഒരു യെല്ലോ കളർ പോലെ കാണുന്ന നേരത്തെയൊക്കെ ഇതുപോലെ കളർ ചെയ്തിട്ടുള്ളതിൻ്റെ കളർ പോയി വരുവാണ്. അതാണ് ആ യെല്ലോ കളർ പോലെ അവിടെ കാണുന്നത്. നല്ല റെഡ് കളറാകും. ഇത് കണ്ടോ, മുഴുവൻ ഈ കാണുന്നത് മുഴുവൻ നരച്ച മുടികളാണ്. ഇതിലോട്ട് നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ച മിക്സ് ഞാൻ ഒത്തിരി നേരമൊന്നും വെച്ചില്ല. ഞാൻ അപ്പം തന്നെ ഇത് തലയിൽ തേക്കുമായിരുന്നു. ഇത് ചിലർ 2 മണിക്കൂറൊക്കെ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് തലയിൽ തേക്കും. അല്ലാത്തവർ രാത്രിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച് വെക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അത് ഉണ്ടാക്കി അപ്പം തന്നെ തലയിലോട്ട് തേക്കുവാണ്. വെച്ച് ഒത്തിരി നേരം വെച്ചിട്ടൊന്നുമില്ല, അപ്പം തന്നെ ഉണ്ടാക്കും. അങ്ങനെ വെക്കുന്നവരെ ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അങ്ങനത്തെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ ഇരുമ്പിൻ്റെ 2 ആണി എടുത്ത് അതിലിട്ട് വെച്ചിട്ട് അതെടുത്ത് കളഞ്ഞതിന് ശേഷം മാത്രം തലയിൽ തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ അയണിൻ്റെ ഒരു കണ്ടൻറ്റ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇരുമ്പിൻ്റെ പാത്രത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ പാത്രത്തിലൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് ആണി ഇടാനായിട്ട് പറയുന്നത്. എൻ്റെ കയ്യിൽ ആണി ഞാൻ നോക്കിയിട്ട് ആണിയോട്ട് കിട്ടിയതുമില്ല. അങ്ങനെ ഞാൻ ഇത് എൻ്റെ ഈ ഒരു സൈഡിലാണ് നരച്ച മുടി കൂടുതൽ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈഡിൽ കൂടുതൽ ഞാൻ തേക്കുന്നത്. അപ്പുറത്തെ സൈഡിലോട്ട് അത്രയ്ക്ക് നരച്ചിട്ടില്ല. ഈ ബാക്ക് സൈഡും ഈ ഒരു സൈഡിലും കൂടെ ആയിട്ടാണ് ഇത് മുടി കൂടുതലും നരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആവശ്യത്തിന് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് മുടി ചീകി വേണം തേച്ച് പിടിപ്പിക്കാൻ. മുടിക്ക് നീളമുള്ളത് കാരണം ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ തേച്ച് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ഡ്രൈ ആകും. അപ്പോൾ നമുക്ക് ചീകി എടുക്കാനായിട്ട് ഇച്ചിരി പാടാണ്. എന്നാലും ഞാൻ കുറേശ്ശെയായിട്ട് തേച്ച് പിടിപ്പിച്ച് മാക്സിമം ഞാൻ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്.
ഞാനിത് തലയിൽ തേച്ച് പിടിപ്പിച്ചു. 1 മണിക്കൂർ ഞാൻ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് ഞാൻ അത് കഴുകി കളഞ്ഞത്. അപ്പം തന്നെ ഇത്രയും കളർ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് കളറ് ഹെന്നായും കിട്ടും. എനിക്കിതിൻ്റെ റെഡ് കളറാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ റെഡ് കളർ കൊടുത്തത്. നല്ലതായിട്ട് കളർ വന്നിട്ടുണ്ട്. ഇത് 2 മാസം വരെ കളർ നിൽക്കുന്നതാണ്. ഞാൻ ഒത്തിരി പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചു, 4-5 പ്രാവശ്യം ഉപയോഗിച്ച് എനിക്കത് അതുപോലെ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെ കൂടെ കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്